ലോകത്തെ എല്ലാ രാജ്യങ്ങളും പിടിച്ചടക്കി തന്റെ കൽച്ചുവട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് സാക്ഷാൽ വത്തിക്കാനെ തന്നെയാണ്. മുമ്പൊരിക്കൽ പോപ്പിന്റെ തൊപ്പി വെച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഭയങ്കര വിവാദമായിരുന്നു. ഏതായാലും ഇപ്പോൾ വത്തിക്കാനെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ട്രംപ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ദ ഫ്രീ പ്രസ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം വത്തിക്കാനെ US ഭീഷണിപ്പെടുത്തിയിരുന്നു. ട്രംപിനെ അനുകൂലിച്ചില്ലെങ്കിൽ, പിന്തുണച്ചില്ല എങ്കിൽ വത്തിക്കാനെതിരെ സൈനിക നീക്കത്തിന് തങ്ങൾ മടിക്കില്ല എന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചതായിട്ടാണ് ഈ മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്യുന്നത്. US വത്തിക്കാൻ അംബാസിഡറെ US പ്രതിരോധ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തിയാണ് ഈ ഭീഷണി സന്ദേശം കൈമാറിയതെന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത എന്തായാലും പെന്റഗൺ നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് പക്ഷെ ചർച്ച നടന്നു എന്ന് അവർ പറയുന്നുണ്ട്. എന്താണ് ചർച്ച എന്ന് ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടുമില്ല. US ആണിലെ വത്തിക്കാൻ പ്രതിനിധിയായ കർദിനാൾ ക്രിസ്റ്റഫ് പിയറിയെയാണ് ഈ പെന്റഗണിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവിടുത്തെ US നയകാര്യ അണ്ടർ സെക്രട്ടറി എൽബ്രിച്ച് ഖെൽബി പറഞ്ഞത് US ഈ ലോകത്തെല്ലായിടത്തും സൈനിക ശക്തി വിനിയോഗിക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ ട്രംപിനെ നിങ്ങൾ പിന്തുണച്ചേ മതിയാകൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ ബൈബിളിലൊക്കെ പറയുന്ന അന്ത്യക്രിസ്തു എത്തിയോ എന്നുള്ളതാണ്, ഇനി അദ്ദേഹത്തിന്റെ ആരാധന ഉടനെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരുപറ്റം വിശ്വാസികളെങ്കിലും ഇപ്പോൾ ചിന്തിക്കേണ്ടി വരിക. കാരണം ആരിൽ ഈ ട്രംപിന്റെ കണ്ണുകൾ എത്താത്ത ഒരിടവുമില്ല. ഇറാന്റെ ഈ യുദ്ധം തീരുന്നു. ആ യുദ്ധം തീർന്നതിന് ശേഷം അനവധി അജണ്ടകളാണ് അദ്ദേഹത്തിനുള്ളത്. ക്യൂബയുണ്ട്, ഗ്രീൻലാൻഡ് ഉണ്ട്, ഇപ്പോൾ ഇതാ വത്തിക്കാനും കൂടെ ആ ഒരു മേഖലയിലേക്ക് വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.